ശബരിമലയിലെ പുണ്യമായ ശ്രീകോവിലിൽ നിന്നും സ്വർണം കവർന്നുവെന്ന വാർത്ത കേരളത്തിലെ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒന്നാണ്. എന്നാൽ ഈ കേസിലെ അന്വേഷണം പുരോഗമിക്കും തോറും അത് വൻതോതിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിലേക്കാണ് വഴിമാറുന്നത്. കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ UDF ബന്ധം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ നീക്കം നടത്തിയപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി UDF നേതാവ് അടൂർ പ്രകാശ് നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് പുതിയ വേഗം കൈവന്നത്. ഈ ഫോട്ടോ ആയുധമാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചതും. കുറ്റവാളികളുമായി പ്രതിപക്ഷ നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ധ്വനിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. SIT ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കണമെന്നുമുള്ള സൂചനകൾ ഭരണപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു. മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ നീക്കത്തെ അങ്ങേയറ്റ പരിഹാസത്തോടെയും കൃത്യമായ തെളിവുകളോടെയുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ടത്. അദ്ദേഹത്തിന്റെ മറുപടിയിലെ പ്രധാന പോയിന്റുകൾ ഇവയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നൂറുകണക്കിന് ആളുകൾ തങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കാറുണ്ടെന്നും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പ്രതി ആയിരുന്നില്ലെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. ഒരു ഫോട്ടോയുടെ പേരിൽ ഒരാളെ കുറ്റവാളിയാക്കുന്നത് രാഷ്ട്രീയ വിമർശനമായി അദ്ദേഹം കുറ്റപ്പെടുത്തി. ഫോട്ടോയുടെ പേരിലാണ് അന്വേഷണമെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെന്നും സതീശൻ തുറന്നടിച്ചു. പിണറായി വിജയനോടൊപ്പം ഫോട്ടോ എടുത്ത പലരും പിന്നീട് വലിയ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായിട്ടുണ്ടെന്ന വസ്തുത അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ടൂറിസം വകുപ്പിന്റെ പ്രചാരണത്തിനായി സർക്കാർ വിളിച്ചു വരുത്തിയ വ്ളോഗർ പിന്നീട് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ സംഭവം സതീശൻ ഉദാഹരണമായി കാട്ടി. ആ വ്ളോഗർ കുറ്റവാളിയായതിന് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഉത്തരവാദിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. അന്വേഷണ സംഘത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. SIT അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആക്ഷേപം. SITയിലേക്ക് പുതുതായി 2 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് സതീശൻ ആരോപിക്കുന്നു. ഇവർ CPM അനുഭാവികളാണെന്നും അന്വേഷണ രഹസ്യങ്ങൾ AKG സെന്ററിലേക്ക് ചോർത്തി നൽകാനാണ് ഇവരെ നിയോഗിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ സ്വർണം എവിടെ പോയി, അത് ആർക്ക് വിറ്റു, ദ്വാരപാലക ശില്പങ്ങൾ കൈക്കലാക്കിയ കോടീശ്വരൻ ആര് എന്നിവ അന്വേഷിക്കുന്നതിന് പകരം ആരോടൊപ്പം ഫോട്ടോ എടുത്തു എന്ന് അന്വേഷിക്കുന്നത് പ്രതികളെ രക്ഷിക്കാനുള്ള തന്ത്രമാണെന്നും സതീശൻ ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് CPM നേതാക്കൾ ജയിലിലേക്ക് പോകാൻ ക്യൂ നിൽക്കുകയാണെന്നും സതീശൻ പരിഹസിച്ചു. പ്രതികൾ വായ തുറന്നാൽ പല ഉന്നതരുടെയും പേരുകൾ പുറത്തു വരുമെന്ന ഭയത്തിലാണ് മുഖ്യമന്ത്രിയും സർക്കാരും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ സർക്കാർ കാണിക്കുന്ന വിമുഖത ഈ ഭയത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരമാണ് ശബരിമല. അവിടെ നടന്ന മോഷണം അതീവ ഗൗരവത്തോടെയാണ് വിശ്വാസികൾ കാണുന്നത്. ഈ കേസിനെ രാഷ്ട്രീയ പുകമറയിൽ നിർത്തി യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണത്തോട് കാണിക്കുന്ന അനാദരവാണെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ UDFന് വിശ്വാസമുണ്ട്. എന്നാൽ അന്വേഷണ സംഘത്തിന് മേൽ സർക്കാർ ചെലുത്തുന്ന അനാവശ്യ സമ്മർദ്ദം കേസിലെ നീതി ഇല്ലാതാക്കുമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു മോഷണ കേസ് എന്നതിലുപരി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഫോട്ടോ വിവാദത്തിലൂടെ UDFനെ പ്രതിരോധത്തിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചപ്പോൾ സർക്കാരിന്റെ തന്നെ വീഴ്ചകളെയും വഴിവിട്ട നിയമനങ്ങളെയും തുറന്നു കാട്ടിയാണ് VD സതീശൻ തിരിച്ചടിച്ചത്. മോഷ്ടിക്കപ്പെട്ട സ്വർണം വീണ്ടെടുക്കുക എന്നതിലുപരി പരസ്പരം രാഷ്ട്രീയമായി തളയ്ക്കുക എന്നതാണ് ഇരു മുന്നണികളുടെയും ഇപ്പോഴത്തെ ലക്ഷ്യം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കൊള്ളയും അതിന് പിന്നിലെ ഗൂഢാലോചനയും പ്രധാന ചർച്ചാ വിഷയമാകുമെന്നതും ഉറപ്പാണ്. നീതി നടപ്പാക്കപ്പെടുമോ അതോ രാഷ്ട്രീയ ആരോപണങ്ങളിൽ കേസ് മുങ്ങിപ്പോകുമോ എന്നാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന പുതിയ റിപ്പോർട്ട് കേസിലെ നിർണായക വഴിത്തിരിവാകുമെന്നാണ് സൂചനകൾ. അന്വേഷണത്തിന്റെ പുരോഗതിയും പുതിയ കണ്ടെത്തലുകളും ഉൾപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ ആണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. റിപ്പോർട്ടിലെ പ്രധാന ഉള്ളടക്കമായി പ്രതീക്ഷിക്കുന്നത് ഇവയാണ്: ശ്രീകോവിലിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെയൊക്കെ വെച്ച് ഉരുക്കിയെന്നും അത് ഏതൊക്കെ ജുവലറികളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കും. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, ബെല്ലാരിയിലെ ജുവലറികൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച രേഖകളും മൊഴികളും റിപ്പോർട്ടിന്റെ ഭാഗമാകും. പ്രതികൾ ഹാജരാക്കിയ സ്വർണം യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലേതാണോ എന്ന് സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം. കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയോ പങ്കജ് ഭട്ടാരിയോ മാത്രമായി നടത്തിയ ഒരു മോഷണമല്ല ഇതെന്നും ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നും SIT റിപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും ഈ കൊള്ളയെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവോ എന്നതിൽ വ്യക്തമായ സൂചനകൾ റിപ്പോർട്ടിലുണ്ടാകും. രാഷ്ട്രീയ വിവാദമായ ഫോട്ടോ ബന്ധങ്ങളെക്കുറിച്ച് പോലീസ് ഏതെങ്കിലും പരാമർശം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമോ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണവും ഇനിയും വീണ്ടെടുക്കാനായിട്ടില്ല എന്നതും അന്വേഷണ സംഘത്തിന്റെ പ്രധാന പോരാട്ടം
പോരായ്മയാണ്. അതിനാൽ തന്നെ കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനും അന്തർ സംസ്ഥാന തലത്തിൽ വിപുലമായ റെയ്ഡുകൾ നടത്തുന്നതിനും കോടതിയുടെ അനുമതി തേടുന്ന കാര്യവും റിപ്പോർട്ടിൽ പരാമർശിക്കും. IB റിപ്പോർട്ടും EDയുടെ ഇടപെടലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ SITയുടെ പുതിയ റിപ്പോർട്ട് കോടതി എങ്ങനെ വിലയിരുത്തുന്നു എന്നതനുസരിച്ചായിരിക്കും കേസ് CBIക്ക് വിടണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക.